മണ്ണാർക്കാട് അരിയൂർ സർവീസ് സഹകരണ ബാങ്കിൽ സാമ്പത്തിക ക്രമക്കേട് നടത്തിയവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് CPM ബാങ്കിലേക്ക് മാർച്ച് നടത്തി. അരിയൂർ ബാങ്കിന്റെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള പൊളിറ്റിക്കൽ കോംപ്രമൈസിനും CPM തയ്യാറല്ലെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത CPM ജില്ലാ കമ്മിറ്റി അംഗം UT രാമകൃഷ്ണൻ പറഞ്ഞു. അരിയൂർ ബാങ്കിൽ കോടിക മുക്കിയ കള്ളന്മാരെ കൊള്ളക്കാരെ നിങ്ങൾക്കെതിരെ ഉയർന്നു പ്രതിഷേധത്തിന്റെ സാക്ഷ്യം. ബാങ്കിൽ നടത്തിയ സാമ്പത്തിക ക്രമക്കേടിന് നേതൃത്വം നൽകിയ ലീഗ് ജില്ലാ സെക്രട്ടറിക്ക് കൂട്ടുനിൽക്കുന്ന നിലപാടാണ് ലീഗ് സംസ്ഥാന നേതൃത്വത്തിനും മണ്ണാർക്കാട് MLAയ്ക്കുമെന്നും UT രാമകൃഷ്ണൻ പറഞ്ഞു. ബാങ്കിലെ അഴിമതി തുറന്നുകാട്ടിയ CPM നടത്തുന്ന പ്രക്ഷോഭങ്ങളിൽ വിറളി പൂണ്ട UDF നിരന്തരം വാർത്താസമ്മേളനം നടത്തുകയാണ്. ഇടപാടുകാർ അറിയാതെയും ബിനാമി പേരുകളിലും വൻതുകയാണ് ബാങ്കിൽ നിന്ന് അടിച്ചുമാറ്റിയത്. കോട്ടോപ്പാടം പഞ്ചായത്തിന്റെ ആസ്തി വികസന ഫണ്ടിലെ 2.5 കോടി രൂപ അരിയൂർ ബാങ്കിലാണെന്നും ഇത് പഞ്ചായത്തിന്റെ വികസന മുരടിപ്പിന് കാരണമായതായും UT പറഞ്ഞു. ഈ സ്ഥിതിയിലേക്ക് എത്തിക്കാൻ കാരണം ഇവിടെ നേരത്തെ കൊടുത്തിരിക്കുന്ന മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരാണ്. ആ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെ കുറിച്ച് പറയുമ്പോൾ അത് കോട്ടോപ്പാട് നേതാക്കന്മാരല്ല. അവർ കോട്ടോപ്പാട് മാത്രം ഒതുങ്ങുന്നില്ല, മണ്ണാർക്കാട് മണ്ഡലത്തിൽ മാത്രം ഒതുങ്ങില്ല. പാലക്കാട് IUMLന്റെ ജില്ലാ സെക്രട്ടറി, ആ ജില്ലാ സെക്രട്ടറി കൂട്ടു നിൽക്കുന്ന സംസ്ഥാന നേതൃത്വം, ആ സംസ്ഥാന നേതൃത്വത്തിൽ കൂടെ നിൽക്കുന്ന സ്ഥലം MLA, ഇത്തരത്തിലുള്ള MLAയും അതുപോലെ തന്നെ ജില്ലാ നേതൃത്വത്തിന്റെയും അറിവും സമ്മതത്തോടു കൂടിയിട്ട് ഈ ഭരണസമിതിക്ക് കഴിഞ്ഞ കാലത്ത് തുടക്കം കുറിച്ചെങ്കിൽ ആ ഭരണസമിതിയുടെ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞ് മറ്റൊരാളെ ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അവരോധിച്ചെങ്കിൽ ആ ജില്ലാ നേതൃത്വത്തിന് ഇതിന്റെ പുറകിലുണ്ട്. ആ ജില്ലാ നേതൃത്വത്തിന്റെയും ഈ പറയുന്ന IUMLന്റെയും കൃത്യമായ നിർദ്ദേശങ്ങൾ വശമതായിക്കൊണ്ട് തന്നെ ആ നേതാക്കന്മാർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ വലിയ അഴിമതി നടത്തിയിരിക്കുന്നത്. ആ അഴിമതിക്കെതിരെ കണ്ണടച്ചുകൊണ്ട് അതിനെതിരെ നടക്കാൻ പൊളിറ്റിക്കൽ കോംപ്രമൈസ് ചെയ്യാൻ, ഒരു പൊളിറ്റിക്കൽ കോംപ്രമൈസ് ചെയ്യാൻ CPMനെ പോലെ പാർട്ടി ചെയ്യാറില്ല. ഉറക്കെ പ്രഖ്യാപിക്കുന്നു, CPMൽ ഒന്നും വിളിച്ചു വയ്ക്കാനില്ല. ഇതുമായി ബന്ധപ്പെട്ടുള്ള യഥാർത്ഥ വസ്തുതകൾ അത് ആര് ഭരിച്ചാലും, അത് CPM ആയാലും, അത് LDF ആയാലും, അത് കോൺഗ്രസ് ആയാലും, ഇത്തരത്തിലുള്ള പണാഭരണം പാവപ്പെട്ടവരുടെ പണാഭരണം നടത്തി കഴിഞ്ഞാൽ അത് തുറന്നു പറഞ്ഞുകൊണ്ട് അതിനെതിരായ പ്രതിനിധി കണ്ടെത്തി ആ ഇട്ട ആൾക്കാരുടെ പണം തിരിച്ചു ലഭിക്കാനും വാങ്ങിയ കടം പലിശരഹിതമായിട്ടുള്ള കടമല്ല, അർഹതപ്പെട്ട പലിശയായിട്ട് കിടുവൽപ്പിച്ചുകൊണ്ട് ആ പണം തിരിച്ചടയ്ക്കുന്ന തന്നെ നിക്ഷേപിച്ച പണം പലിശ സഹിതം അവർക്ക് തിരിച്ചു ലഭിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾ കൂടെ നിൽക്കാൻ പാർട്ടി സദാ തയ്യാറാണ്. കോട്ടപ്പാടം ലോക്കൽ സെക്രട്ടറി M മനോജ് അധ്യക്ഷത വഹിച്ചു. അരിയൂർ ബാങ്ക് യൂണിവേഴ്സൽ കോളേജിൽ നിക്ഷേപിച്ച പണം 4 ഇടപാടുകളിലായി എത്ര പണം പിൻവലിച്ചുവെന്ന് ബാങ്ക് ഭരണസമിതിയും UDFും പറയണമെന്ന് CPM കോട്ടപ്പാടം ലോക്കൽ സെക്രട്ടറിയും യൂണിവേഴ്സൽ കോളേജ് മുൻ സെക്രട്ടറിയുമായ M മനോജ് പറഞ്ഞു. സംസ്ഥാന രജിസ്ട്രാറുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് മണ്ണാർക്കാട് താലൂക്കിലെ സംഘങ്ങൾ പണം നിക്ഷേപിച്ചത്. മണ്ണാർക്കാട് യൂണിവേഴ്സൽ കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ആക്ഷേപങ്ങൾ ഉന്നയിച്ചു. സംസ്ഥാന രജിസ്ട്രാറുടെ സർക്കുലർ പ്രകാരം മണ്ണാർക്കാട് താലൂക്കിലെ മുഴുവൻ സംഘങ്ങളും യൂണിവേഴ്സൽ പണം നിക്ഷേപിച്ചിട്ടുണ്ട്. എല്ലാ ബാങ്കുകൾക്കും ഞങ്ങൾ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ആ അപേക്ഷയിൽ ഒപ്പിട്ട ആളുകളുടെ പേര് വെളിപ്പെടുത്താൻ ഇവർ തയ്യാറുണ്ടോ? നിക്ഷേപം തിരിച്ചു കിട്ടിയില്ല എന്ന് പറഞ്ഞ 4 ഇടപാടുകളിലായി എത്ര പണം പിൻവലിച്ചു, ഇനി എത്ര ബാക്കിയുണ്ട് എന്ന് പത്രസമ്മേളനം നടത്തിയ ആളുകൾ പറഞ്ഞാൽ മതി. ഇപ്പൊ നിങ്ങൾക്ക് പത്രസമ്മേളനം നടത്താൻ വേണ്ടി തിരക്കഥ എഴുതുന്ന ആളുകളുണ്ട്. അവരെയൊക്കെ ആശ്രയിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്ന തകർച്ചയിലേക്കും നാട്ടിൽ തലയുയർത്തി നടക്കാൻ പറ്റാതെ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥ നിങ്ങൾക്കുണ്ടാവും. ഒരു സംശയവും വേണ്ട. തെറ്റ് ചെയ്തവനെ നിയമത്തിന് മുമ്പിലെത്തിക്കാനുള്ള രാഷ്ട്രീയ ധൈര്യം CPMനുണ്ടെന്ന് മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറി NK നാരായണൻകുട്ടി പറഞ്ഞു. നിങ്ങളെ ആരും ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല, വിമർശിക്കപ്പെടാൻ പാടില്ല. എല്ലാം ഞങ്ങൾ ചെയ്യുന്നത് നാട്ടുകാരുടെ ആസ്തി കൊണ്ട്. മിനിഞ്ഞാന്ന് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് മണ്ണാർക്കാട് DYSPക്ക് DYFI മണ്ണാർക്കാട്ടെ DYFIയുടെ പരാതി. പൊക്കുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പൊക്കിയിരിക്കും. മനസ്സിലായില്ലേ? മനസ്സിലാക്കിക്കൊള്ളണം. ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കുറ്റം ചെയ്ത് മണ്ണാർക്കാട്ട് അങ്ങാടിയിലും കോട്ടപ്പാടത്തും വിലസാമെന്ന് നിന്ന് ധരിച്ചു പോകണ്ട. അത് വെറും വ്യാമോഹം മാത്രമാണ്. ലീഗേ, വെറും വ്യാമോഹം. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ TR സെബാസ്റ്റ്യൻ, അയലക്കര മുഹമ്മദ് അലി, KK രാജൻ, ശോഭൻ കുമാർ, വിനോദ് കുമാർ, പങ്കജവല്ലി, വിജയൻ, N മണികണ്ഠൻ, ലോക്കൽ കമ്മിറ്റി അംഗം വിജയൻ, K മൻസൂർ എന്നിവർ പ്രസംഗിച്ചു.
the real beauty in your heart. Boche Gold and Diamonds. Buy now, pay later.